ഗൈസ്, നിസാൻ മാഗ്നം പറഞ്ഞൊരു വണ്ടിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ വണ്ടി എടുത്തിട്ടൊരു വർഷമായി. അപ്പോൾ ആൾ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു 10,000 കിലോമീറ്റർ ഓടി. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, യൂസേജിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ആൾ. റാഷി എന്നാണ് ആളെ പേര്. എൻ്റെ കസിൻ ബ്രദർ കൂടിയാണ്. അപ്പോൾ ആളോട് തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. റാഷിക, അങ്ങനെ അപ്പോൾ ഇന്നലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് 10,000 കിലോമീറ്റർ. 2024 ജൂൺ 12 എടുത്ത വണ്ടിയാണ്. അപ്പം ഒരു 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ് അല്ലേ? കംപ്ലീറ്റ് ചെയ്ത് 1 ഇയർ പ്ലസ് കഴിഞ്ഞ് ഇപ്പോൾ 10,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ജനറലി ഹാപ്പിയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ആണ് എടുത്തത്. ഒരു കംഫർട്ടിന് വേണ്ടി. മുമ്പ് ഈ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് കുറെ ക്ലച്ചിങ് ചവിട്ടിങ്ങനെ കാലുവേദന ഒരു റീസൺ ഉള്ളതുകൊണ്ട് കുറെ ആ ഒരു മടുപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നോക്കി. അപ്പോൾ ഇതിപ്പം ഈ ഒരു സെഗ്മെന്റിൽ ഞാൻ നോക്കിയെടുത്തോളം കുറെ റിസർച്ച് ചെയ്ത് നോക്കി. ഈ ഒരു സെഗ്മെന്റിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. നല്ല പെർഫോമൻസ് വൈസ് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള പൈസ മുതലാകുന്ന ഇതെല്ലാം വണ്ടിയാണ്. പിന്നെ ഇപ്പൊ നമ്മളിപ്പം റിവ്യൂ ആയിട്ട് ചോദിക്കുമ്പോ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഫസ്റ്റ് നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വണ്ടിക്ക് ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റിനുള്ള ഇഷ്യൂ ആണെന്ന് അറിയില്ല. നമുക്ക് ഒരു 1/2 മണിക്കൂർ നേരം ഒരു വയനാട്ടിലൊരു കുന്ന് കയറാൻ പറ്റില്ല. കുന്നിങ്ങ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-20 മിനിറ്റ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പം വണ്ടിയിൽ നിന്ന് മെസ്സേജ് ഇതിൽ സിഗ്നൽ കാണിക്കുന്നുണ്ട്, ഗിയർ ബോക്സ് ഓവർ ഹീറ്റ്. അപ്പൊ ചെക്ക് ചെയ്തു. വരെ കമ്പനി ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഇഷ്യൂ ഒന്നും ഇല്ല. അത് കുറച്ചൊന്ന് ജസ്റ്റ് കുറെ നേരം അങ്ങനെ ഇതിലൊരു ഫസ്റ്റ് ഗിയർ തന്നെ ഓടിക്കുമ്പോൾ തന്നെ അതിലെന്തോ അവരതൊരു ഇതാണ് മെക്കാനിസം ആണ്, ഓവർ ഹീറ്റ് ആവാതിരിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പൊതുവെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ കുന്നുമലയൊക്കെ കയറുമ്പോൾ നമ്മളിപ്പോ നോർമൽ മാനുവൽ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഒരു ഇഷ്യൂ ആണ് എനിക്കൊരു ചലഞ്ച് ഉള്ളത്. പിന്നെ ഒരു ചലഞ്ച് പിന്നെ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ആയിരുന്നു. ലൈറ്റ് തീരെ വെളിച്ചം കുറവുണ്ടായിരുന്നു. ഹാലജൻ ബൾബാണ് ഈ ഒരു സെഗ്മെന്റ് കിട്ടി. അപ്പൊ അത് പിന്നെ ഒരു 3,500 സ്പെൻഡ് ചെയ്ത് ബൾബ് ചേഞ്ച് ചെയ്തപ്പോൾ അത് ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. പിന്നെ 1000cc വണ്ടിയാണ്. കമ്പാരിറ്റീവ്ലി നല്ല പവർ ഡെലിവർ ചെയ്യുന്നുണ്ട് 1000cc. ഞാനൊരു 1200cc ആയിരുന്നു മുമ്പ് ഉപയോഗിച്ചത്. പക്ഷെ എനിക്ക് ഈ 1000 ഇതിപ്പോ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ ആയതുകൊണ്ടായിരിക്കാം അതിനേക്കാൾ ബെറ്റർ പവർ ഡെലിവർ ചെയ്യുന്നുണ്ട്. അപ്പം ചില വണ്ടികളൊക്കെ ഇങ്ങനെ ഇപ്പൊ ഈ AC ഒക്കെ ഇട്ടുണ്ടെങ്കിൽ ഒരു പിടുത്തം ആ പ്രശ്നങ്ങളൊന്നുമൊന്നുമില്ല. അതിലൊക്കെ ഹാപ്പിയാണ്. മെറ്റീരിയലൊക്കെ ഇപ്പം ഒരു 1 ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നോക്കുന്നത് ആ ഒരു പെട്ടെന്നുള്ള ഒരു ഏജ് ആവുന്ന ഏജ് ലുക്ക് തോന്നുന്ന ആ ഒരു ഫീലിംഗ് ഒന്നും ഇല്ല ഇതിന്റെ. മൊത്തത്തിൽ കണ്ടാൽ തന്നെ ഒരു പ്രീമിയം കിട്ടുന്നുണ്ട്. പൈസക്കുള്ള ഒരു ഈ സെഗ്മെന്റിൽ ഇത്ര ഈ ഒരു എമൗണ്ടിനൊന്നും നോർമലി വേറെ വണ്ടികൾ കോമ്പാക്ട് SUV ആ സെഗ്മെന്റിൽ ഉണ്ടാവില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ എന്തെങ്കിലും ഇഷ്യൂ വേറെന്താ ഇപ്പം അറിയേണ്ടത്? മൈലേജ് റിലേറ്റഡ് ആണെങ്കിൽ മൈലേജ് ഇപ്പൊ നമ്മളിപ്പം ഈ ട്രാഫിക്കിലും ടൗണിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമ്മളങ്ങനെ അത് മൂവ് ചെയ്യുമ്പം എനിക്ക് മൈലേജ് വളരെ കുറവാണ്. ഒരു 14 റേഞ്ചൊക്കെ ഉള്ളൂ. പക്ഷെ ലോങ് റണ്ണില് ഹൈവേയിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് മൈലേജ് ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കാണ് ഒരു 17-18 നമുക്ക് അതുവരെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഒരു XUV മോഡൽ വണ്ടിയാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവും ഓഫ് റോഡ് ചെയ്യാം. അപ്പൊ ആ ഒരു ഇതിലേക്ക് വരുമ്പോ നമുക്ക് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓഫ് റോഡർ അല്ല. എന്നാലും എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ വണ്ടിയിൽ പോകുമ്പോ സമയത്ത് ബെറ്റർ നമുക്ക് ഇതിൽ കട്ടറൊന്നും ചാടുമ്പോൾ ഉള്ളിലേക്ക് വലിയൊരു എഫക്റ്റ് ഒന്നും തോന്നുന്നില്ല. ഒരു എഫക്റ്റ് ഇല്ല. ഒരു ഷോക്ക് അബ്സോർബർ കുറച്ചും കൂടി കുറച്ച് ക്വാളിറ്റികളാണ് ഫ്രണ്ട്സും പല വേറെ വണ്ടി മൾട്ടിപ്പിൾ വണ്ടി ഓഫ് റോഡ് വണ്ടി ഓടിക്കുന്നവരൊക്കെ പറയുന്ന എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു ഉള്ളിലേക്കുള്ള ഒരു അടി കുറവുണ്ട് എന്നുള്ളൊരു. അത് നമ്മൾ ട്രാവൽ ചെയ്ത് വന്നപ്പോഴേ എനിക്ക് തോന്നി കട്ടർ ചാടിയപ്പോൾ ഒരു സ്മൂത്ത്നെസ് ഉണ്ട്, അടി കുറവുണ്ട്. അതൊരു ഇതാണ്. ലോങ് യാത്രക്കൊക്കെ ഉപയോഗിക്കാം, കുഴപ്പമില്ലാത്ത. പിന്നെ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഒരു കളർ കമ്പാരിറ്റീവ്ലി ബ്ലാക്ക് ആണല്ലോ, എല്ലാവരും ചൂസ് ചെയ്യുന്ന ബ്ലാക്ക് ആണ്. ഈ ബ്ലാക്കില് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ? ബ്ലാക്കിലെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നമ്മളിപ്പോ ഒന്ന് വാഷ് ചെയ്ത് പുറത്തിറങ്ങി ഒന്ന് വരുമ്പോഴേക്കും പെട്ടെന്നൊരു ഡേർട്ടി നമ്മൾ ലോങ് പീരീഡ് വാഷ് ചെയ്യാത്ത ആ ഒരു ഫീൽ നമുക്ക്. അതിപ്പോ നമുക്ക് ഇന്ന ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ബ്ലാക്കിന്റെ ഒരു ഇഷ്യൂ ആണ്. അതിപ്പോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും നമുക്ക് ഇതിന് ഒരു നല്ല കുറച്ചുകൂടി നല്ല കളർ വെച്ചാൽ എനിക്ക് തോന്നുന്നത് മെറൂൺ ആണോ റെഡ് ആണ് നമുക്ക് വരുന്നത്. ഇപ്പൊ റെഡ് നല്ലൊരു ഷൈനി വണ്ടിയാണല്ലോ. നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. പക്ഷെ ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എടുക്കാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. വാഷിംഗ് വേണ്ടി നമ്മളെ ഈ ഒരു ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളത് മൈൻഡ് സെറ്റ് അതിന് വേണ്ടി റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ബ്ലാക്ക്. പക്ഷെ മോശമൊന്നുമല്ല ബ്ലാക്ക്. റോഡിൽ നമുക്ക് നല്ലൊരു ഇതുണ്ട്. പക്ഷെ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ പെട്ടെന്ന് ഡേർട്ടി ആയിട്ട് പെട്ടെന്ന് ഈ അഴുക്ക് ഇതിൽ കാണും നമുക്ക്. പിന്നെ എ സിന്റെ നമുക്ക് അത്യാവശ്യം കൂളിംഗ് ഒക്കെ ഫീൽ ചെയ്യാൻ നമുക്ക് ഉണ്ടല്ലോ. അപ്പൊ നല്ല ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ ഉള്ള ഒരു വേർഷൻ ആണ്. ഓരോ വേർഷൻ ടു വേർഷൻ ഡിഫറെന്റ് ആവും. ഒരു ചില എ സി വെന്റ് ബാക്കിൽ എ സി വെന്റ് ഉള്ളതൊക്കെ ഉണ്ട് ഈ മോഡലിൽ ഇറങ്ങുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ കയറ്റം കയറുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് തന്നെ കയറുമ്പോ എന്തെങ്കിലും ഒരു മുട്ടലോ അങ്ങനെ കയറ്റം കയറുമ്പോ ഒന്നും ചാലഞ്ച് ഇല്ല. ഓവർടേക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു നമ്മളെ ഓട്ടോമാറ്റിക്കിന്റെ ആ ഒരു പവർ കിട്ടാറില്ല. അതൊരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ ഓടിച്ചിപ്പോ നമുക്കൊരു നേക്കായി കഴിഞ്ഞാല് നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെ മാനുവലിലേക്ക് ചേഞ്ച് ചെയ്ത് ഡൗൺ ചെയ്തൊക്കെ പോവാം. ആ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നത് വണ്ടി ഇങ്ങനെ കയറ്റം കയറി സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയാല് ചിലപ്പോ ഓട്ടോമാറ്റിക് ചിലപ്പോ ഒരു പ്രയാസം ഉണ്ടാവും. അതെല്ലാം ചിലപ്പോ എല്ലാ വണ്ടിക്കും ഉണ്ടാകുന്ന വണ്ടിയായിരിക്കും. മാനുവൽ ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കിയില്ല. മാനുവൽ മേ ബി ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അല്ല നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ സുഖമല്ല. നമുക്ക് ടഫ്നെസ് ഒന്നും തോന്നുന്നില്ലല്ലോ. ചെറിയൊരു ഇതുണ്ടാവും. ഒരു നമുക്കൊരു ചെറിയൊരു റബ്ബർ ബാൻഡ് എഫക്ട് ഉണ്ടാവും ഒരു വലിച്ചില്. AMT ആയതുകൊണ്ടാണ്. മേ ബി ഇത് CMT ആണ്. CVT ആണെങ്കിൽ രണ്ട് വേരിയന്റ് വരുന്നുണ്ടല്ലോ. CVT ആണെങ്കിൽ ആ ഒരു ഇതുണ്ടാവില്ല. കുറച്ച് പിന്നെ പെട്രോൾ വണ്ടിയാണല്ലോ. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിന്റെ ഒരു സുഖം ഉണ്ടാവും. ഇപ്പൊ ഒരു സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ അങ്ങോട്ട് എങ്ങനെയാ നമ്മൾ ഒരു സർവീസ് 2000 സർവീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പൊ 2 സർവീസ് കഴിഞ്ഞു. മൈലേജ് അതിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. തുടക്കത്തില് വളരെ കുറവായിരിക്കും. നമ്മള് പിന്നെ കുറച്ച് വണ്ടി ഒന്ന് എഞ്ചിൻ സെറ്റ് ആവുന്നൂടെ നോർമൽ എല്ലാ വണ്ടിന്റെ ഒരു ഇത് വരും. പിന്നെ ഒരു ഇതിന്റെ ടോർക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു 100 സ്പീഡിലൊക്കെ കയറണമെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്. എത്ര സെക്കൻഡിൽ കയറും നമ്മളിപ്പോ വണ്ടിന്റെ പറയുമ്പോ അങ്ങനെയാണല്ലോ. അങ്ങനെ ഞാൻ ആക്ച്വലി ഇല്ല, അങ്ങനത്തെ ട്രൈ ചെയ്തിട്ടില്ല. മേ ബി ഇപ്പോ അതൊന്നും അത്ര ഒരു നമ്മളിപ്പോ ഒരു പ്രീമിയം വണ്ടിന്റെ ഒരു എക്സ്പെക്ടേഷന് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളെ ബ്രേക്കിംഗ് സിസ്റ്റം അങ്ങനെ നമുക്കൊരു കയ്യിൽ നിൽക്കാത്തതോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ എവിടെങ്കിലും നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനത്തെ പ്രശ്നമല്ല. വാല്യൂ ഫോർ മണിയാണ് വണ്ടി. പിന്നെ അത്യാവശ്യം ബൂട്ട് സ്പേസും എല്ലാം ഉണ്ടല്ലോ അല്ലെ. ബൂട്ട് സ്പേസും ബാക്കിൽ കുറച്ച് പൊക്കമുള്ള ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ നല്ല സ്പേസ് ഉണ്ടല്ലോ. അതിലൊക്കെ ഓക്കെയാണ്. ഇന്ത്യയിൽ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ പ്രശ്നം വെച്ചാൽ ഫസ്റ്റ് ഗിയറിൽ ഒരു ഹീറ്റിംഗ് പ്രശ്നം. ഫസ്റ്റ് ഗിയറില് അത് ചിലപ്പോ മേ ബി അതൊരു ഇഷ്യൂ ആയിരിക്കില്ല. നമ്മള് അതായത് ഇങ്ങനെ ഈ ഓട്ടോമാറ്റിക് വണ്ടിക്ക് AMT വണ്ടിക്ക് സേഫ്റ്റി ഫീച്ചറോ അങ്ങനെ എന്തെങ്കിലും സേഫ്റ്റി വണ്ടിന്റെ എഞ്ചിന് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി. പക്ഷെ ആക്ച്വലി അത് നമ്മളിപ്പോ എപ്പോഴും ഈ വണ്ടി ഉപയോഗിച്ചിട്ട് നമ്മള് പിന്നെ ഓഫ് റോഡിനും ഒന്നും പോകില്ലല്ലോ. അതായത് കയറ്റം കയറാൻ ഇങ്ങനെ റയർലി സംഭവിക്കണം. അതിനുശേഷം വൺ ടൈം ആ ഇൻസിഡന്റിന്റെ ശേഷം പിന്നെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും നമ്മൾ നോട്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ പറയാൻ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടോ? ഓവറോൾ ഹാപ്പി. അത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.